കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. നിർമ്മല സദൻ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനത്തിൽ ഹരിതാങ്കണം ഒരുക്കി. കാത്തുവയ്ക്കാം മണ്ണിനെ, മരങ്ങളെ, മനുഷ്യരെ എന്ന സന്ദേശവുമായാണ് പരിപാടി ഒരുക്കിയത്. പരിമിതികളിൽ തളരാത്ത മനസ്സുമായി നിർമ്മല സദൻ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനത്തിൽ ഹരിത അങ്കണമൊരുക്കി. കാത്തുവയ്ക്കാം മണ്ണിനെ, മരങ്ങളെ, മനുഷ്യരെ എന്ന സന്ദേശവുമായി മൂവാറ്റുപുഴ സാംസ്കാരിക സംഘത്തിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടി മുൻ MLA എൽദോ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തിൽ ഇങ്ങനെ നമുക്കെല്ലാം ഒത്തുചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം വലിയ ഉത്തരവാദിത്തമാണ്. മണ്ണിനെ സംരക്ഷിക്കണം, നമ്മുടെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കണം. അതെല്ലാം നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. കാരണം ഇന്ന് നാം ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ വരും തലമുറയോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കൂറ് എന്ന് പറയുന്നത്, നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രകൃതിയുടെ സംരക്ഷണമാണ്. അപ്പോൾ അതിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 1973 ഐക്യരാഷ്ട്രസഭ ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 എന്ന നിലയ്ക്ക് 73 മുതൽ ഏതാണ്ട് 5 ദശാബ്ദക്കാലത്തിലേറെയായി ലോകത്തെമ്പാടും ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇന്ന് നമ്മുടെ പ്രകൃതിയും നമ്മുടെ മണ്ണുമൊക്കെ വലിയ രൂക്ഷമായ പ്രതിസന്ധികളെ നമ്മുടെ ലോകം, കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഇങ്ങനെ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള അതിൻ്റെ ആശയങ്ങളെ കൂടുതൽ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിനും അവരെ നേരിൻ്റെ വഴിക്ക്, ശരിയുടെ വഴിക്ക് നയിക്കുവാൻ മുതിർന്നവർക്ക് പ്രത്യേകിച്ച് കഴിയേണ്ടതുണ്ട്. ഹരിതാങ്കണം പരിപാടിയിൽ വിദ്യാർത്ഥികളായ റിയ ബാബു, ബിയാമോൾ ബിജുവും ചേർന്ന് മാവിൻ തൈ നട്ട് ദിനാചരണത്തിന്റെ ഭാഗമായി. തദ്ദേശീയ പഴങ്ങളെ തള്ളി വിദേശ പഴങ്ങൾ വിപണിയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിക്കാനാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. തദ്ദേശീയ ഫലവൃക്ഷങ്ങളുടെ വ്യാപനത്തിന് കർമ്മ പദ്ധതി തയ്യാറാക്കാനും പൊതു ഇടങ്ങളിലും പൊതുയിടങ്ങളിലും ഫലവൃക്ഷങ്ങൾ വിദ്യാർത്ഥി സഹകരണത്തോടെ നട്ടുപിടിപ്പിക്കും. അന്യം നിൽക്കുന്ന ഫലവൃക്ഷങ്ങളെക്കുറിച്ചുള്ള നാട്ടറിവുകൾ പകർന്നു നൽകുന്ന വേദികൾ സംഘടിപ്പിക്കാനും പദ്ധതിയുണ്ടാകും. സാംസ്കാരിക സംഘം സെക്രട്ടറി TM ഹാരിസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാന അധ്യാപിക സിസ്റ്റർ റോമി, നിർമ്മല സദൻ സ്പെഷ്യൽ ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ദിവ്യ, അധ്യാപികമാരായ സിസ്റ്റർ പ്രീത, സിസ്റ്റർ ഫീന, PH അബ്ദുൽ നാസർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.